സൈബർ ആക്രമണങ്ങളുടെ കാലമാണല്ലേ. സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഏതു വിധേനയും ആളുകളെ വ്യക്തിഹത്യ നടത്താമെന്ന് തെറ്റിദ്ധാരണയുള്ള ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ള ആളുകളെ മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് എന്തും പറയാം എന്ന് കരുതുന്നവർ. എന്നാൽ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ഇൻഫ്ലുവൻസേഴ്സ് എന്ന പുറം ചട്ടയണിഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഒരു വിഭാഗം. വലുതും ചെറുതുമായ അവരുടെ കെണികളിൽ പെട്ടുപോകുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. ഇത്തരക്കാരെയെല്ലാം പൂട്ടാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. കണ്ടന്റ് ക്രിയേറ്റർമാരും ഇൻഫ്ലുവൻസേഴ്സ്മാരും സമൂഹത്തിലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ സംസാരത്തെ വാണിജ്യവൽക്കരിക്കുന്നതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവുമായി ആവിഷ്കാര സ്വാതന്ത്ര്യം സന്തുലിതമാക്കണമെന്ന് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷന് വേണ്ടി ഹാജരായ അഭിഭാഷക നിഷ ഭംഭാനി വാദിച്ചു. NDBAയുമായി കൂടിയാലോചിച്ച ശേഷം പോഡ്കാസ്റ്റുകൾ പോലെയുള്ള ഓൺലൈൻ ഷോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തയ്യാറാക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയും അടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു. കോമഡി ഷോകൾ ഉൾപ്പെടെയുള്ളവയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ബെഞ്ച് പറഞ്ഞു. അംഗവൈകല്യമുള്ളവർ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങളെ ഇത്തരം കണ്ടന്റുകൾ ദുർബലപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങൾക്ക് അനുസൃതമായി നിയമങ്ങൾ വികസിപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അംഗവൈകല്യമുള്ള വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഹാസ്യനടൻ സമീർ റെയ്ന പങ്കുവച്ച ഉള്ളടക്കമാണ് കേസിന് ആധാരം. ഒരിക്കൽ ഒരു വ്യക്തിയുടെ സംസാരം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത്തരം കണ്ടന്റുകളുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും സ്വാധീനം അവഗണിക്കാൻ കഴിയുന്നതല്ലെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു. തമാശയായി അവതരിപ്പിക്കുന്നത് ചില വിഭാഗങ്ങൾക്കും ദോഷമായി മാറുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഇന്ന് പരിഹസിക്കപ്പെടുന്നത് വികലാംഗരായ ആളുകളായിരിക്കും. എന്നാൽ നാളെ സ്ത്രീകളെയോ കുട്ടികളെയോ മുതിർന്ന പൗരന്മാരെയോ അവർ ലക്ഷ്യമിടുമെന്നും ജസ്റ്റിസ് കാന്ത് ചൂണ്ടിക്കാട്ടി. കോടതി ഒരു പ്രത്യേക ഷോയെ മാത്രം മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രതികരണമാണിത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമാന രീതിയിൽ അവഹേളിക്കപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം. ഇത്തരം രീതികൾ അധിക്ഷേപ പരാമർശങ്ങളെ സാധാരണ സംഭവമാക്കുകയും ഭരണഘടനാ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് കോടതി പറഞ്ഞു. ഇന്ത്യ പോലെയുള്ള വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ദൈനംദിന ജീവിതത്തിൽ ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു. അതിനാൽ വ്യത്യസ്ത സമൂഹങ്ങളുടെ വികാരങ്ങളെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജസ്റ്റിസ് നാഗരത്ന ഊന്നി പറഞ്ഞു. ഒരു വ്യക്തിക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും അപമാനിക്കാനുമുള്ള തരത്തിൽ ഉപയോഗിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു. എന്നാൽ സ്വതന്ത്രമായ സംസാരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ലെന്നും ജഡ്ജിമാർ വ്യക്തമാക്കി. അന്തസ്സ് സംരക്ഷിക്കുന്നതിനോടൊപ്പം അവകാശങ്ങളുടെ ദുരുപയോഗം തടയുന്ന ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോടതി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ പെരുമാറ്റത്തിൽ നിലവിലുള്ള IT നിയമങ്ങൾ ഉപയോഗിച്ച് ഇതിനോടകം തന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്തർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്ത് അധിക മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നും അദ്ദേഹം കോടതിക്ക് ഉറപ്പു നൽകി. അപ്പോൾ കൂടുതൽ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇനി ഏത് തരത്തിൽ വരും എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് പാർലമെന്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ പ്രവർത്തനം, പരസ്യം എന്നിവ നിരോധിക്കുന്നതാണ് ദി പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിങ്ങിന് 3 വർഷം തടവോ 1 കോടി രൂപ വരെ പിഴയോ ഏർപ്പെടുത്തണമെന്നും ബില്ല് നിർദ്ദേശിക്കുന്നു. ഇത്തരം ഓൺലൈൻ ഗെയിമിംഗ് ബെറ്റ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയാവുന്നതാണല്ലോ. അപ്പോൾ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ സ്വന്തം സാമ്പത്തിക ലാഭം മാത്രം നോക്കി ഉത്തരവാദിത്തമില്ലാതെ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരും സമൂഹത്തിന് ദോഷകരമാകുന്ന മറ്റ് പ്രൊമോഷൻസ് നടത്തുന്നവർക്കും ഉടൻ പൂട്ടുവീഴുമെന്ന് ചുരുക്കം.